നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. 10 നാളിന്റെ കാത്തിരിപ്പ് അവസാനിക്കുന്നു. തിരുവോണം ആഘോഷിക്കാൻ ഒരുങ്ങി മലയാളികൾ. അവണിശ്ശേരി പഞ്ചായത്ത് 11ാം വാർഡിൽ വയോധികർക്ക് മെമ്പറുടെ ഓണസമ്മാനം. പാർലം പഞ്ചായത്തിലെ അമ്മാട മുള്ളക്കരയിലും ചാളൂർ വടക്കേ ആൻഡ് സെന്ററിലും നിർമ്മാണം പൂർത്തിയാക്കിയ ബസ് സ്റ്റോപ്പ് നാടിന് സമർപ്പിച്ചു. CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. ഓണാഘോഷത്തിമിർപ്പിൽ സ്കൂളുകൾ. ചേർപ്പ് CN ഹയർ സെക്കൻഡറി സ്കൂളിലും വല്ലച്ചിറ സെന്റ് തോമസ് ഹൈസ്കൂളിലും ഓണാഘോഷം വർണ്ണാഭമായി. വാർത്തകൾ വിശദമായി. ഉത്രാടപ്പാച്ചിൽ അവസാനിച്ചു. 10 നാളിന്റെ കാത്തിരിപ്പ് അവസാനിക്കുന്നു. ഞായറാഴ്ച തിരുവോണം. പൂക്കളമിട്ടും സദ്യയൊരുക്കിയും ബന്ധുവീടുകൾ സന്ദർശിച്ചുമൊക്കെ മലയാളികൾ ഓണാഘോഷത്തിലേക്ക്. എല്ലാ മീഡിയ 4 പ്രേക്ഷകർക്കും സമൃദ്ധിയുടെയും സ്നേഹത്തിന്റെയും തിരുവോണാശംസകൾ. അവണിശ്ശേരി പഞ്ചായത്ത് 11ാം വാർഡിൽ വയോധികർക്ക് മെമ്പറുടെ ഓണസമ്മാനം. വാർഡംഗം NB ശ്രീജിത്ത് ഓണത്തോടനുബന്ധിച്ച് തുടർച്ചയായ 4ാം വർഷമാണ് 70 പിന്നിട്ട വയോധികർക്ക് ഓണസമ്മാനം നൽകുന്നത്. ചെറുവത്തേരി ഹരിശ്രീ വായനശാലയിൽ നടന്ന ചടങ്ങ് കോൺഗ്രസ് മുൻ അവണിശ്ശേരി മണ്ഡലം പ്രസിഡന്റ് KP അനൂപ് ഉദ്ഘാടനം ചെയ്തു. ഉത്രാടം മുതൽ നാലോണം വരെ, പ്രത്യേകിച്ച് തൃശ്ശൂർക്കാർക്ക് നാലോണം നാളുള്ള പുലിക്കളിയോട് കൂടിയിട്ടാണ് ഈ ഓണം അവസാനിക്കുന്നത്. അതുകൊണ്ട് ഓണക്കാലം എന്ന് പറഞ്ഞാൽ പഴമയുടെയും പുതുമയുടെയുമായിട്ടുള്ള ഒരുപാട് ഓർമ്മകൾ ഈ പറയുന്ന ഞങ്ങളെപ്പോലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം 2 തരത്തിലുള്ള ഓർമ്മകളും ഞങ്ങൾക്കുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇപ്പം ഞാനൊക്കെ ഒരു 38 വയസ്സിലുള്ള ഒരു പയ്യനെന്ന നിലയിൽ അപ്പം നമുക്ക് പഴമയുടെ ഓണം 2000 വരെയുണ്ട്. അതുപോലെ തന്നെ ന്യൂ ജനറേഷൻ ഓണം 2000-ന് ശേഷമുള്ളതും നമ്മൾ കണ്ടിട്ടുണ്ട്. രണ്ടും 2 രീതിയിലുള്ളതാണ്. പക്ഷേ കൂടുതൽ മാധുര്യം എപ്പോഴും പഴമയുടെ ഓണം തന്നെയാണ്. കാരണം എന്താൽ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ നമ്മൾ വെക്കേഷനാവും. ഓണപ്പരീക്ഷയുടെ സമയത്ത് അത്തം വന്നാലും നമ്മൾ തുമ്പപ്പൂ, തെച്ചിപ്പൂ, തുളസി, റോസിൻ്റെ ഇതെല്ലാം ശേഖരിച്ച് നല്ല രീതിയിലുള്ള പൂക്കളങ്ങൾ ഇടുക. ഓരോ ദിവസം അത്തം മുതൽ ഈ പറയുന്ന തിരുവോണം വരെയുള്ള വലിയ പൂക്കളങ്ങൾ വരെ ഇടുമ്പോൾ അതുണ്ടാവുന്ന കൊച്ചുകുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷമൊന്നും ഇന്നത്തെ പുതുതലമുറയിൽ കാണുന്നില്ല. പഞ്ചായത്ത് പ്രസിഡന്റ് CK പങ്കജം, നേതാക്കളായ CR ബാലകൃഷ്ണൻ, KK കുട്ടൻ, രാമചന്ദ്രൻ, KM അമൽ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ ഭിന്നശേഷി വിദ്യാർത്ഥിയായ വസുദേവിന്റെ മുഴുവൻ പഠന ചെലവും മുൻ മണ്ഡലം പ്രസിഡന്റ് KP അനൂപ് ഏറ്റെടുത്തു. ചടങ്ങിൽ പഠനോപകരണങ്ങളും ഓണക്കിറ്റും വിതരണം ചെയ്തു. 4 വർഷമായി മെമ്പറുടെ ഓണസമ്മാനം എന്ന പരിപാടിയുമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. 4 വർഷം അടുപ്പിച്ചായിട്ട് എല്ലാവർക്കും കൊടുക്കാൻ എന്നെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഇനി തുടർന്നും നമുക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കണമെന്ന് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ്. നമുക്കറിയാം, ഓണം എന്ന് പറഞ്ഞാൽ ഇല്ലായ്മയൊന്നും നമ്മൾ അന്ന് സമൃദ്ധിയായി ആഘോഷിക്കുന്ന ഒരു പരിപാടിയാണ് ഓണം എന്ന് പറയുന്നത്. അതുകൊണ്ട് കാളം വിറ്റും ഓണം ഉണ്ണണമെന്നാണല്ലോ നമ്മുടെ പഴഞ്ചൊല്ല്. അപ്പോൾ ഇല്ലെങ്കിലും നമ്മൾ അന്നത്തെ ദിവസം അടിച്ചു പൊളിച്ച് സമൃദ്ധിയായി നമ്മൾ ഓണം ആഘോഷിക്കാറുണ്ട്. പാർലം
ഗ്രാമപഞ്ചായത്തിലെ അമ്മാടം മുള്ളക്കരയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ബസ് സ്റ്റോപ്പ് നാടിന് സമർപ്പിച്ചു. CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. പാറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ മാത്യു, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ജെയിംസ്, കെ പ്രമോദ്, വിദ്യാനന്ദനൻ, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അനിത മണി, വാർഡ് മെമ്പർ സുബിത സുഭാഷ്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ സദീപ് ജോസഫ്, PO സൈമൺ, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PT സണ്ണി, ചേർപ്പ് PWD AE രീതി എന്നിവർ സംസാരിച്ചു. ഇതൊക്കെയാണ് ഒരു ഗ്രാമപഞ്ചായത്തിൽ അത്യാവശ്യമായ കാര്യം ചെയ്യേണ്ടതിനെക്കുറിച്ച് പരിശോധിച്ചിട്ടുണ്ട്. ആ പരിശോധന അടിസ്ഥാനത്തിൽ ലിസ്റ്റ് ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡന്റുമാർ തന്നിട്ടുണ്ട്. അത് ഘട്ടം ഘട്ടമായി ഓരോ ഫണ്ട് വരുന്നതനുസരിച്ച് നമ്മളത് പ്രവർത്തിക്കാൻ ആവശ്യം. ചില കാര്യം ഇപ്പോൾ തന്നെ നമ്മുടെ ഉണ്ട്. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ നമുക്ക് കുറച്ച് ഫണ്ട് സർക്കാർ തന്നു. ഈ നവകേരള സദസ്സ് പറ്റിക്കൽ പ്രസ്ഥാനം എന്ന് പറഞ്ഞിരുന്നു. ഇത് LDF സർക്കാരിൻ്റെ പറ്റിക്കൽ പരിപാടിയാണ് നവകേരള സദസ്സ് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ സർക്കാർ നമുക്ക് 7.5 കോടി രൂപ ഇതുമായി ബന്ധപ്പെട്ട അടിയന്തര സഹായം ചെയ്യാൻ തോന്നുന്നു. അതിൽ 50 ലക്ഷം രൂപ നിങ്ങളുടെ പഞ്ചായത്തിൽ നിന്ന് തന്നിട്ടുണ്ട്. ഈ ഗ്രൗണ്ട് ശരിയാക്കാനായിട്ട് 50 ലക്ഷം രൂപ തന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കുറേശ്ശെ ഒരു മെച്ചപ്പെട്ട ആരോഗ്യപരം മാറ്റാനല്ല പദ്ധതി ഉണ്ടാകുന്നത്. ചാഴൂർ വടക്കേ ആൾ സെന്ററിൽ നിർമ്മിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം CC മുകുന്ദൻ MLA നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രജനി തിലകൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മിനി സജീവ്, KV ഇന്ദുലാൽ, പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ PP രീതി എന്നിവർ സംസാരിച്ചു. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് 3-ാം വാർഡിന്റെ നേതൃത്വത്തിൽ ഓണം 2024 ഓണാഘോഷം സംഘടിപ്പിച്ചു. മാധ്യമപ്രവർത്തകൻ ജോബി ജോൺ ഉദ്ഘാടനം ചെയ്തു. സന്തോഷമാണ്. കാരണം ഒരു ഗ്രാമപഞ്ചായത്തിന്റെ ഒരു വാർഡ് മെമ്പറെ സംബന്ധിച്ച് ഞാൻ അവിടെ നിന്ന് തുടങ്ങാം. നിങ്ങളെ ഏറ്റവും ഭാഗ്യമുള്ള ആളുകൾ. കാരണം പല ഗ്രാമപഞ്ചായത്തുകളെ തൃശ്ശൂർ ജില്ലയിലെ ഒട്ടുമിക്ക ഗ്രാമപഞ്ചായത്തുകളുമായി ബന്ധമുള്ള ഒരു മാധ്യമപ്രവർത്തന രീതിയിൽ ഈ ഗ്രാമപഞ്ചായത്തിന്റെ സമഗ്രമായ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് വാർഡ് മെമ്പറാണ്. ഈ വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ ഇത്ര ഒരു ചടങ്ങ് ഇങ്ങനെ സംഘടിപ്പിക്കാൻ സാധിച്ചതിന് ആദ്യം വാർഡ് മെമ്പർക്ക് കൈയടിക്കണം. പ്രത്യേകിച്ച് ചടങ്ങ് സംഘടിപ്പിക്കാം, എന്നാൽ അതിൽ മുതിർന്ന ആളുകളെ ആദരിക്കുക, ഓരോ കുട്ടി മുദ്ര പതിപ്പിച്ചവരെ ആദരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ സന്തോഷമുണ്ട്. ഗ്രാമപഞ്ചായത്ത് മെമ്പർ KA പ്രദീപ് അധ്യക്ഷത വഹിച്ചു. പ്രദേശത്തുനിന്ന് ഒരു ടീം നമ്മളോട് വന്ന് തിരുവാതിരക്കളി, അതുപോലെ തന്നെ ഓണക്കളി, കൈക്കൂട്ടുകളിയൊക്കെ അവതരിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവർ 6 മണിക്ക് അത് എത്തിച്ചേരും. അതോടൊപ്പം തന്നെ നമ്മുടെ വാർഡിലെ കുറച്ച് കുട്ടികളുടെ കലാപരിപാടികളൊക്കെ നമ്മൾ ഇതിനകത്ത് സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ പരിപാടികൾ നമ്മൾ സംഘടിപ്പിക്കുന്നതിന്റെ പ്രധാന ഉദ്ദേശം തന്നെ നമുക്കറിയാം, ഓണം മുൻകൂടിയായിട്ടാണ് നമുക്കൊരു ദുരന്തം നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നു. വയനാട് ഒരുപാട് വാർഡുകൾ തന്നെ നഷ്ടപ്പെട്ട ഒരു സാഹചര്യം നമുക്കറിയാം. അതുകൊണ്ട് തന്നെ സർക്കാർ തലത്തിൽ ഒരു ഔപചാരികമായിട്ടുള്ള ഓണാഘോഷം ഉണ്ടാവില്ല എന്ന് നമ്മൾ അറിയിക്കുകയും പ്രാദേശികമായിട്ട് നമുക്കറിയാം, നമ്മുടെ ഒരു വേറൊരു ജില്ലയായതുകൊണ്ട് തന്നെ പ്രാദേശികമായി നമ്മുടെ ആളുകളെല്ലാം ചെറിയ പരിപാടികളോടുകൂടി ഓണം ആഘോഷിക്കുകയാണ്. പ്രമുഖ എഴുത്തുകാരി ആതിര അങ്കിരസ് മുഖ്യാതിഥിയായിരുന്നു. കഴിഞ്ഞ സാമ്പത്തിക വർഷം 100 തൊഴിൽ ദിനങ്ങൾ പൂർത്തീകരിച്ച 17 തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഓണപ്പുടവ നൽകി. വാർഡിലെ ആശാ വർക്കർ KN അജിത, ഹരിതകർമ്മസേനാംഗങ്ങളായ ധന്യ, സുധീർ, പ്രമീള, അംഗൻവാടി ഹെൽപ്പർ ജോളി എന്നിവർക്കും ഓണപ്പുടവ സമ്മാനിച്ചു. ഓണപ്പാട്ട്, തിരുവാതിരക്കളി, കുട്ടികളുടെ കലാപരിപാടികൾ എന്നിവയും ഉണ്ടായിരുന്നു. ചേർപ്പ് CNN ഹയർ സെക്കൻഡറി സ്കൂളിൽ ഓണാഘോഷവും അനുമോദന സദസ്സും സംഘടിപ്പിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ KB അജോഷ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ പൂർവ്വ വിദ്യാർത്ഥിയായ ഹരിയാനയിൽ വെച്ച് നടന്ന ദേശീയ ഗുസ്തി മത്സരത്തിൽ 2 ഇനങ്ങളിലായി സ്വർണ്ണ മെഡലും വെങ്കല മെഡലും നേടിയ അരവിന്ദ് രാമനെ ആദരിച്ചു. സ്റ്റാഫ് സെക്രട്ടറി രഞ്ജിനി ശർമ്മ, ശരണ്യ C, അതുൽ കൃഷ്ണ എന്നിവർ സംസാരിച്ചു. ഓണാഘോഷത്തോടനുബന്ധിച്ച് വടംവലി, മലയാളി മങ്ക തുടങ്ങി നിരവധി മത്സരങ്ങളും നടന്നു. വല്ലച്ചിറ സെന്റ് തോമസ് ഹൈസ്കൂളിൽ ഓണാഘോഷം പ്രധാന അധ്യാപിക പ്രിൻസി ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അധ്യാപകരുടെ തിരുവാതിരക്കളിയും അരങ്ങേറി. വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്കുള്ള സമ്മാന വിതരണം സ്കൂൾ മാനേജർ ഫാദർ റാഫി തട്ടിൽ,
പ്രിൻസിപ്പാൾ സന്തോഷ് ജേക്കബ്, PTA പ്രസിഡന്റ് സിജോ എടപ്പള്ളി എന്നിവർ നിർവഹിച്ചു. സമരസ എന്ന പേരിൽ സംഘടിപ്പിച്ച മലയാളി മങ്ക, മലയാളി മന്നൻ മത്സരം ശ്രദ്ധേയമായി. MLA ഫണ്ട് വിനിയോഗിച്ച് പെരിഞ്ചേരി ചർച്ച് ജംഗ്ഷനിൽ സ്ഥാപിച്ച LED ലൈറ്റിംഗ് സിസ്റ്റം CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. 3 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ലൈറ്റിംഗ് സിസ്റ്റം സ്ഥാപിച്ചത്. ചെറുപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷീല ഹരിദാസ്, MS സുരേഷ്, വത്സൻ തുടങ്ങിയവർ സംസാരിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൈവ ബന്ധമുള്ള ഒരു പള്ളിയാണിത്. അപ്പോൾ പള്ളിയുടെ മുമ്പിൽ ഞങ്ങൾ പരിശോധിച്ചപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് മെമ്പറൊക്കെ പറഞ്ഞപ്പോൾ തോന്നി എവിടെയാണ് ആദ്യം വെക്കേണ്ടതെന്ന് ആദ്യം ആലോചിച്ചത്. അപ്പോൾ ജനപങ്കാളിത്തമുള്ള ജനങ്ങൾക്ക് കൂടുതൽ ഗുണകരമായൊരു സ്ഥലം ദത്തെടുക്കുമ്പോൾ ആ ഭാഗത്ത് ആദ്യമായി ഒരു ഹൈമാസിലേറ്റ് വെക്കണമെന്ന് നമ്മൾ ആലോചിച്ച് അതിൻ്റെ അടുത്ത് പെട്ടെന്ന് ആണ് ഈ കാര്യം നടന്നത്. ഇതിനകത്ത് പ്രസിഡന്റ് പറഞ്ഞ പോലെ രാഷ്ട്രീയമൊന്നും ഇതിൻ്റെ അകത്തില്ല കേട്ടോ. നമ്മളൊരു ജനപ്രതിനിധി എന്ന നിലയിൽ എന്താണ് ചെയ്യേണ്ടത് എന്നൊരു കടമയാണ് നടന്നത്. അത് ഏറ്റവും പ്രധാനപ്പെട്ടാണ് വെള്ളവും വെളിച്ചം. ആ വെള്ളം വെളിച്ചം കിട്ടുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിച്ച് നമ്മൾ മുന്നോട്ട് പോകണം. കൂടാതെ ഇപ്പോൾ വലിയൊരു പരാതി വ്യാപകമായിട്ടുണ്ട്. പരാതി എന്താ? കുടിവെള്ളത്തിന് കുഴിച്ച റോഡുകൾ മുഴുവനും വളരെ അപകടകരമായ സിറ്റുവേഷനുള്ളത്. എവിടെ ചെന്നാലും റോഡിനെ കുറിച്ച് പറയാനുള്ളൂ. വേറെ നമ്മൾ എന്ത് വികസനം നടത്തിയാലും റോഡ് വളരെ അപകടസ്ഥിതിയാണ്. അപ്പോൾ അത് പരിഹരിക്കുന്ന ആവശ്യമായ നടപടിയൊക്കെ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഘട്ടം ഘട്ടം മാത്രം നമുക്ക് ചെയ്യാൻ. നമുക്കറിയാലോ സർക്കാരിൻ്റെ സ്ഥിതിയെക്കുറിച്ച് പറയാം. സർക്കാർ തരുന്ന ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എല്ലാ മേഖലയിലും ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് കാരണന്മാർ പറയും. ഉള്ളതുകൊണ്ട് ഓണം പോലെ അത്യാവശ്യമുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ നാടിൻ്റെ ഏറ്റവും വലിയ കാര്യമാണ്. വെള്ളം വെളിച്ചം ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പകുതി പ്രശ്നം പരിഹരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ തന്നെ നമ്മുടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും വളരെ പോസിറ്റീവായിട്ടാണ് MLAയുടെ എല്ലാ ഇടപെടലുകളും ഉണ്ടായിട്ടുള്ളത്. അതിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ വളരെ പോസിറ്റീവായിട്ട് തന്നെ MLA എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ അടുത്ത് നിരന്തരം ഇപ്പോൾ അസറായാലും വിളിച്ച് ചോദിക്കും എവിടെ എന്താണ് വേണ്ടത്, ചേച്ചി റിക്വസ്റ്റ് തന്നോളൂ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഓരോ കാര്യങ്ങളും ഓരോ ഇതുകൾ വരുമ്പോഴും നമ്മളെ അറിയിക്കാറുള്ളത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇന്നിവിടെ ഈ വെളിച്ചം കുറച്ച് മുമ്പ് ഇതിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന 2 എണ്ണം നമ്മൾ നേരത്തെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു നമ്മുടെ ഇലക്ഷന് മുമ്പായിട്ട്. ആ സമയത്ത് നമുക്കിതിൻ്റെ ഇത് നടത്താനായിട്ട് സാധിച്ചില്ല. എന്നാലും ഇതിപ്പോൾ ഈ ഒരു വിശേഷത്തോടനുബന്ധിച്ച് നമ്മുടെ ഏറ്റവും വലിയ നമ്മുടെ ദേശീയ ഉത്സവം നമ്മുടെ ഓണത്തോടനുബന്ധിച്ച് തന്നെ ഇതൊരു ഓണസമ്മാനമായിട്ട് നൽകിയ MLAക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ നേരുകയാണ്. ചേറ്റുവയിൽ പണി പൂർത്തീകരിച്ച 12 പേര് തുഴയുന്ന C ഗ്രേഡ് ചുരുളൻ ഓടിവെള്ളം ചേറ്റുവ പുഴയിൽ നീരണിഞ്ഞു. 30 ദിവസത്തെ പ്രയത്നമാണ് വെള്ളം ഒരുക്കാൻ വേണ്ടി വന്നത്. പറവൂർ കിടാമംഗലം സ്വദേശി പ്രജി കിടാമംഗലം, എടവനക്കാട് സ്വദേശി സിനു എന്നിവർ ചേർന്ന് 30 ദിവസം കൊണ്ടാണ് ചുരുളൻ ഓടിവെള്ളം പണി പൂർത്തീകരിച്ചത്. ആഞ്ഞിലി മരത്തിലാണ് 50 അടിയോളം നീളം വരുന്ന ചുരുളൻ ഓടിവെള്ളം പണി തീർത്തത്. 2,50,000 രൂപയാണ് വള്ളം നിർമ്മിക്കാൻ ചെലവ് വന്നതെന്ന് തൃശൂർ ജില്ലാ ബോട്ട് റൈസ് അസോസിയേഷൻ രക്ഷാധികാരി ചേറ്റുവ സ്വദേശി പഞ്ചപ്രഭാകരൻ പറഞ്ഞു. പൊന്നാനി കടവനാട് ആരോഹ റോവേഴ്സ് ക്ലബ്ബാണ് ചുരുളൻ വള്ളം പണി കഴിപ്പിച്ചത്. ക്ലബ്ബ് പ്രസിഡന്റ് ഫാഹിം റോഷൻ, സെക്രട്ടറി അഖിൽ എന്നിവർ ചേർന്ന് വെള്ളം നീരണിയുന്നതിന് നേതൃത്വം നൽകി. ചടങ്ങുകൾക്ക് ശേഷം മിഖായേൽ എന്ന ചുരുളൻ വള്ളം പൊന്നാനി കടവനാടേക്ക് കൊണ്ടുപോയി. താന്യം ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡിൽ ഹൃദയത്തിലെന്നും എന്റെ ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി തുടർച്ചയായി 4-ാം വർഷവും കാരുണ്യവൃദ്ധ സദനത്തിൽ ഓണാഘോഷം നടത്തി. അഡ്വക്കേറ്റ് AU രഘുരാമൻ പണിക്കർ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ ആന്റോ തൊറയൻ അധ്യക്ഷത വഹിച്ചു. സുഗുണൻ കുട്ടേക്കാട് ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. ADS പ്രസിഡന്റ് വിജയപ്രകാശൻ, വൈസ് പ്രസിഡന്റ് ഗിരിജ കൊടപ്പുള്ളി, വില്ലേജ് ഓഫീസർ ബിന്ദു, ആശാ വർക്കർ സുശീല രാജൻ, അംഗൻവാടി ടീച്ചർമാരായ സതീരംഗൻ, KB അഞ്ജു, തൊഴിലുറപ്പ് മേറ്റുമാരായ കിസ്മത്ത് പിയൂസ്, ലില്ലി ജോസ് എന്നിവർ സംസാരിച്ചു. വാർഡിലെ അംഗൻവാടി വർക്കർമാർ, മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളികൾ, ആശാ വർക്കർമാർ, കുടുംബശ്രീ ADS അംഗങ്ങൾ, ഹരിതകർമ്മസേനാംഗങ്ങൾ തുടങ്ങിയവർ ഒന്നിച്ചായിരുന്നു ഓണാഘോഷം. വൃദ്ധസദനത്തിലെ അമ്മമാർക്ക് ഓണസമ്മാനം കൈമാറി. വിവിധ കലാപരിപാടികളും ആഘോഷത്തിൽ ഒരുക്കിയിരുന്നു. റിജു കണക്കന്തറ, അംബിക ഷൺമുഖൻ, വത്സല അശോകൻ, രേണുക റിജു, റാണി വിൻസെന്റ് എന്നിവർ നേതൃത്വം നൽകി. 15, 16, 17, 18 തീയതികളിൽ മീഡിയ 4 ചാനലിൽ വാർത്താ സംപ്രേഷണം ഉണ്ടായിരിക്കുന്നതല്ല.
ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 6865 രൂപ, പവന് 54,920 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. 10 നാളിന്റെ കാത്തിരിപ്പ് അവസാനിക്കുന്നു. തിരുവോണം ആഘോഷിക്കാൻ ഒരുങ്ങി മലയാളികൾ. അവണിശ്ശേരി പഞ്ചായത്ത് 11-ാം വാർഡിൽ വയോധികർക്ക് മെമ്പറുടെ ഓണസമ്മാനം. പാർളം പഞ്ചായത്തിലെ അമ്മാടം മുള്ളക്കരയിലും ചാളൂർ വടക്കേ ആൻഡ് സെന്ററിലും നിർമ്മാണം പൂർത്തിയാക്കിയ ബസ് സ്റ്റോപ്പ് നാടിന് സമർപ്പിച്ചു. CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. ഓണാഘോഷത്തിമിർപ്പിൽ സ്കൂളുകൾ. ചേർപ്പ് CN ഹയർ സെക്കൻഡറി സ്കൂളിലും വല്ലച്ചിറ സെന്റ് തോമസ് ഹൈസ്കൂളിലും ഓണാഘോഷം വർണ്ണാഭമായി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.